പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും എല്ലാ ദിവസവും നിർബന്ധമായും ഓതിയിരിക്കേണ്ട ഒരു സൂറത്താണ് ഉമ്മുൽ കിതാബ് അല്ലെങ്കിൽ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഒരു സൂറത്ത്. ഈ സൂറത്ത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്തും കാണാതെ പഠിക്കൽ നിർബന്ധമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ഈ സൂറത്ത് നിർബന്ധമായും നമ്മൾ പഠിക്കണം. എന്നാലേ നമ്മുടെ നിസ്കാരം ശരിയാകൂ, നമ്മുടെ മറ്റ് ഇബാദത്തുകൾ ഖബൂലാക്കൂ, എന്നാലേ നമ്മുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ. നിർബന്ധമായ ഒരു മുസ്ലിം പഠിച്ചിരിക്കേണ്ട ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന ചെറിയ സൂറത്ത്, ആ സൂറത്തിന്റെ പേരാണ് ഉമ്മുൽ കിതാബ് അല്ലെങ്കിൽ ഉമ്മുൽ ഖുർആൻ. ഖുർആനിന്റെ മാതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 30-ലധികം വമ്പൻ പ്രതിഫലങ്ങളാണ്, നേട്ടങ്ങളാണ്, മഹത്വങ്ങളാണ്. അപ്പൊ ഏതാണ് ആ സൂറത്ത്? ആ സൂറത്തിന്റെ നേട്ടങ്ങൾ ഏതൊക്കെയാണ്? ആ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത്? വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നു. കടം ഉള്ളവരെ, പ്രതിസന്ധികൾ ഉള്ളവരെ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ, എന്തായാലും നിങ്ങൾ ഈ സൂറത്ത് നിർബന്ധമായും ഓതി നിങ്ങൾ ദുആരക്കണം. ഏതാണ് ആ സൂറത്ത്? വിശദമായി ഈ സൂറത്തിനെ പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. എല്ലാം അല്ലാഹു തആല മാറ്റി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം പ്രധാനിക്കുമാറാവട്ടെ. നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ഉമ്മമാരും വാപ്പമാരും ഒക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് എഴുതുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറുകൾ കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ മുടങ്ങാതെ മറക്കാതെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന, ഒരുപാട് സന്തോഷങ്ങൾ പറയുന്ന, അൽഹംദുലില്ലാഹ് പറയുന്ന, ആമീൻ പറയുന്ന നിരവധി സഹോദരിമാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് പ്രധാനിക്കുമാറാവട്ടെ. പലരുമൊക്കെ ഉസ്താദെ ഞങ്ങൾക്ക് കമൻറ്റ് എഴുതാൻ അറിയില്ല, ഞങ്ങൾക്ക് ഒരുപാട് ദുആവസിയത്തുണ്ട്, അതൊന്നും എഴുതാൻ അറിയില്ല, അത് ഉപയോഗിക്കാൻ അറിയില്ല, വീഡിയോ മാത്രമേ കാണാറുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അതൊന്ന് കമൻറ്റ് എഴുതൽ നിർബന്ധമൊന്നുമല്ല, എഴുതിയാൽ ഖൈർ. കാരണം ഓരോ ആളുകളുടെയും ദുആവസിയത്തുകൾ എന്തൊക്കെ വിഷമങ്ങളുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആരക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല ആരെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നു, നമ്മുടെ വീഡിയോകൾ കാണുന്നവർ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു തആല പ്രശ്നങ്ങൾ മാറി സമാധാനമുള്ള, സന്തോഷമുള്ള ജീവിതം റബ്ബ് തആല പ്രധാനിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് സുന്ദരമായ ഒരു ദിവസമാണല്ലോ. ഈ രാവിലെ തന്നെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ആ ഒരു ദിക്ർ ഒരു 3 വട്ടം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും പറയാം കേട്ടോ. ഇത് എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞും സുബഹിക്ക് ശേഷം അതുപോലെ മഗ്രിബിന് ശേഷം ഈ 2 ദിക്റുകളുണ്ട്. ഈ 2 ദിക്ർ മുടങ്ങാതെ എൻ്റെ ഉമ്മമാർ, പ്രത്യേകിച്ച് ഉമ്മമാർ, അതുപോലെ തന്നെ വാപ്പമാർ, അതുപോലെ നമ്മുടെ മക്കളോടും ഇത് പറയാൻ പ്രത്യേകം പറയണം. കാരണം ഇത് വലിയൊരു കാവൽ കിട്ടുന്ന സുന്ദരമായ 2 ദിക്റുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഒന്നുകൂടി. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഒന്നുകൂടി. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അടുത്ത ദിക്ർ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അൽഹംദുലില്ലാഹ്. ഇതിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു. ഇതുപോലെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ഈ 2 ദിക്റും ഇൻഷാ അല്ലാഹ് പറയണം. എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹറുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഇത് പ്രത്യേകം നല്ലതാണെന്ന് ഒരുപാട് ഹദീസുകളിൽ അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകൾ, ആ 114 സൂറത്തുകൾ, ആ സൂറത്തുകളിൽ ഒരുപാട് ശ്രേഷ്ഠതകളാണ് പല സൂറത്തുകളും നമ്മൾ ഓതിയാൽ. എന്നാൽ ഈ 114 സൂറത്തുകളിലെല്ലാം
നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സൂറത്താണ്, നമ്മൾ എല്ലാവരും ഓതൽ നിർബന്ധമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഉണ്ട്, സൂറത്തുൽ ബഖറ ഉണ്ട്, ഖുൽ ഹുവല്ലാഹു സൂറത്തുണ്ട്, അല്ലെ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, എല്ലാ സൂറത്തുകളുണ്ട്. എന്നാൽ ഖുർആനിലെ എല്ലാ സൂറത്തും കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു സൂറത്ത് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മറ്റൊരു പേരുണ്ട്, ഉമ്മുൽ കിതാബ് എന്ന്. ഉമ്മുൽ കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സൂറത്ത് ഒരു മനുഷ്യൻ പഠിക്കൽ നിർബന്ധമാണ്. കാരണം അവൻ്റെ 5 വഖത്ത് നമസ്കാരം, നമ്മുടെ 5 വഖത്ത് നമസ്കാരങ്ങൾ, അതല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ ആ നിസ്കാരം ശരിയാവണമെങ്കിൽ നമ്മൾ ഈ ഫാത്തിഹ ഓതണം. അപ്പം വേറെ സൂറത്തുകൾ ഓതിയില്ലെങ്കിലും നിസ്കാരം ശരിയാകും, നിസ്കാരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ നിസ്കാരം കിട്ടൂല. നിസ്കാരത്തിൻ്റെ ഫർളാണ് എന്ത്, ഫാത്തിഹ ഓതുക എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഈ ഫാത്തിഹ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, നമുക്ക് ചെറുപ്പം മുതലേ അറിയാം. നമ്മുടെ കൊച്ചു മക്കളോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ ഓതും, അല്ലേ? അപ്പം ഈ സൂറത്തുൽ ഫാത്തിഹ അതൊരുപാട് നേട്ടങ്ങൾ നമുക്ക് തരുന്ന ഒരു സൂറത്താണ്. ഇവിടെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പല പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു പേരാണ് ഉമ്മുൽ ഖുർആൻ. ഖുർആനിൻ്റെ മാതാവ് എന്നാണ് ഈ സൂറത്തിന് പേരുള്ളത്. ഖുർആനിൻ്റെ ഉമ്മ, ഉമ്മുൽ ഖുർആൻ. അതുപോലെ തന്നെ എന്താണ്, ഉമ്മുൽ കിതാബ് എന്നും ഈ സൂറത്തിന് പേരുണ്ട്. അസാസുൽ ഖുർആൻ എന്ന് പേരുണ്ട്, ഖുർആനിൻ്റെ അടിത്തറ. ഇങ്ങനെ ഒരുപാട് പേരുകൾ ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മഹാന്മാർ കൊടുത്തിട്ടുണ്ട്. തൗറാത്ത് മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത ഒരു വേദഗ്രന്ഥമാണ്. ഇഞ്ചീൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത വേദഗ്രന്ഥമാണ്. സബൂർ ഇത് ദാവൂദ് നബിക്ക് അള്ളാഹു താല കൊടുത്ത വേദഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബിക്കും അതുപോലെ ഷീസ് നബിക്കും നൂഹ് നബിക്കും ആദം നബിക്കും ഒക്കെ അള്ളാഹു താല എന്ത് കൊടുത്തിട്ടുണ്ട്, ഏടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഖുർആൻ അല്ലാത്ത ബാക്കി വേദഗ്രന്ഥങ്ങളാവട്ടെ, അതുപോലെ തന്നെ ബാക്കി ഏടുകളാകട്ടെ, പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ള ഏടുകളാവട്ടെ, ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളിലും എല്ലാ കിതാബുകളിലും ഉള്ള എല്ലാ കാര്യങ്ങളും ഏതിലുണ്ട്, ഖുർആനിലുണ്ട്. ഖുർആനിലുള്ള 114 സൂറത്തുകൾ, ആ ഖുർആനിലെ 6666 ആയത്തുകൾ, ഇതിൽ പറയപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏതിലുണ്ട്, സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രമുണ്ടെന്നാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് ഖുർആൻ മുഴുവനുമുള്ളത്. ഇതൊക്കെ നമ്മൾ ദർസിൽ പഠിക്കുന്ന ചില ചർച്ചകളാണ്. അതിൻ്റെ ഉമ്മമാർക്കൊക്കെ വെറുതെ ഒന്ന് പറഞ്ഞു തോന്നുന്നു മാത്രം. നമ്മുടെ വിഷയം അതല്ല. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അതായത് മഹാന്മാർ പറയുകയാണ്, വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മനുഷ്യൻ 786 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പദവികൾ ഉയർത്തിക്കൊടുക്കും. അതുപോലെ തന്നെ അവനെപ്പറ്റി ജനങ്ങളുടെ മനസ്സിൽ ഒരു മതിപ്പുണ്ടാകും. അതുപോലെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവനിക്ക് ചില മലക്കുകളെ അല്ലാഹു തആല ഏൽപ്പിക്കും. എന്നിട്ട് ആ മലക്കുകൾ സദാസമയം ഇവനിക്ക് വേണ്ടി ഖൈറിനു വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും എന്നെല്ലാം നമുക്ക് കിതാബുകളിൽ കാണാം. ലോകത്തിലെ എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്ന സൂറത്ത് ഒരൊറ്റ സൂറത്തേ ഉള്ളൂ, അത് സൂറത്തുൽ ഫാത്തിഹയാണ്. സബുഉൽ മസാനി എന്ന് അറിയപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതായത് 2 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതി കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ 70,000 മലക്കുകളുടെ ദുആ അവനിക്ക് കിട്ടുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. കാരണം 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തത്. ഒരാൾ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ 1000 ആന്തരികമായ ഫലങ്ങളും 1000 പ്രത്യക്ഷമായ ഫലങ്ങളും അള്ളാഹു കൊടുക്കുന്നതാണ്. അതായത് ഈ ആത്മീയമായ ലോകത്ത്, പരലോകത്തും ദുന്യാവിലും 1000 നന്മകൾ വീതം അല്ലാഹു തആല നമുക്ക് സൂറത്തുൽ ഫാത്തിഹ നല്ല രൂപത്തിൽ ഓതിയാൽ കിട്ടും. ഈ സൂറത്തുൽ ഫാത്തിഹ ഓതണമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതായത് നിസ്കാരത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നുണ്ട്, അതല്ലാതെ നമുക്കൊരു വിഷമം വന്നാൽ, പ്രയാസം വന്നാൽ സൂറത്തുൽ ഫാത്തിഹ നിയ്യത്താക്കുക. എത്ര? ഇൻഷാ അല്ലാഹ് 786 തവണ ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതാം. എൻ്റെ അല്ലാഹു എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ, എൻ്റെ കുട്ടിയുടെ രോഗം മാറ്റിത്തരണേ. ഈ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നുണ്ട്. ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു മന്ത്രമാണ്, അല്ലേ?
നമുക്ക് എന്ത് പ്രതിസന്ധിയും പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും വന്നാൽ സൂറത്തുൽ ഫാത്തിഹ മാത്രം മതി, അത് മാത്രം ഓതി മന്ത്രിച്ചാൽ മതി. ഒരു ഖത്തം ഓതിയ പ്രതിഫലം കിട്ടുമെന്നാണ് സൂറത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം നല്ല രൂപത്തിൽ ഓതിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ, ഈ സൂറത്തുൽ ഫാത്തിഹക്ക് 7 ആയത്തുകളാണുള്ളത്. ഈ 7 ആയത്തുകൾ ഒരു മനുഷ്യൻ, അതായത് സൂറത്തുൽ ഫാത്തിഹ നല്ല രൂപത്തിൽ ഓതിക്കഴിഞ്ഞാൽ നരകത്തിന് 7 വാതിലുകളുണ്ട്. ഈ 7 വാതിലുകളിൽ നിന്നുള്ള കാവൽ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഷിഫാഉം മിൻ കുല്ലി ദാഅ്, എല്ലാ തരത്തിലുള്ള മരണമൊഴികെ ഏതൊക്കെ രോഗങ്ങളുണ്ടോ അതിനൊക്കെ ഷിഫയാണ്, അതിനൊക്കെ രോഗശമനമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് മഹാന്മാർ പറയുകയാണ്. ഒരു മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹ 8 പ്രാവശ്യം ഓതിയാൽ സ്വർഗത്തിലെ 8 കവാടങ്ങൾ അവനിക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഒരാൾ രോഗിയുടെ അടുക്കൽ വെച്ച് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം? 41 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ, എന്നിട്ട് രോഗിയെ മന്ത്രിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല ഈ മന്ത്രിച്ചവന്റെയും രോഗിയുടെയും രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുന്നതാണ്. ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ 313 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക. മഗ്രിബിന് ശേഷവും, അതായത് ഇശാ മഗ്രിബിന്റെ ഇടയിൽ 40 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. വേദനയുള്ള സ്ഥലത്ത് കൈവച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവന്റെ വേദനയ്ക്ക് ശമനം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്താൽ കള്ളക്കേസ്, ജപ്തി, കടം, അതുപോലെ തന്നെ ലോൺ, ജോലിയില്ലായ്മ, ഇതിനെ തൊട്ടുള്ള വലിയ കാവൽ അല്ലാഹു തആല തരുന്നതാണ്. ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ പല കേസുകളും ശിഫയായിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ 41 ദിവസം 41 പ്രാവശ്യം തുടർച്ചയായി ഓതി ഈ ഒരു രോഗിയെ മന്ത്രിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ രോഗങ്ങൾക്ക് ശിഫ അല്ലാഹു തആല കൊടുക്കുന്നതാണ്. പെട്ടെന്നൊരു ക്ഷീണം വന്നു, അല്ലെങ്കിൽ എന്താണ്, ഒരു അസ്വസ്ഥത വന്നു, ടെൻഷൻ വന്നു, സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് സ്വന്തമായി നമുക്ക് മന്ത്രിക്കാവുന്നതാണ്. എല്ലാ കാര്യവും തുടങ്ങുന്നതിന് മുമ്പ്, ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അതിൽ ബറക്കത്ത് കൊടുക്കുന്നതാണ്. യാത്ര പോകുന്ന സമയത്ത് വാഹനത്തിൽ കയറിയിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ അല്ലാഹു തആല ഖൈറ് കൊടുക്കുന്നതാണ്, അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കൊടുക്കുന്നതാണ്. മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി, മരണപ്പെട്ട നമ്മുടെ ഉമ്മ വാപ്പ അവർക്കൊക്കെ വേണ്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്താൽ അവർക്കത് വലിയൊരു സമ്മാനമായി അല്ലാഹു തആല ഖബറിൽ അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുന്നതാണ്. സിഹർ, കണ്ണേറ്, കരിനാക്ക്, അസൂയ, ഇതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കുടിക്കാവുന്നതാണ്. സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവാൻ സൂറത്തുൽ ഫാത്തിഹ നിത്യമായി ഓതണമെന്നാണ്. ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവനിക്ക് ഒരുപാട് കാവൽ കൊടുക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ ഇത് എല്ലാത്തിനും ഒരു പരിഹാരമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട്, ഏകദേശം 30-ലധികം വരുന്ന പ്രതിഫലങ്ങളാണ്, നേട്ടങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു വലിയൊരു പിടിവള്ളിയായി സൂറത്തുൽ ഫാത്തിഹ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ അത് സ്ഥിരമായി നിത്യമായി ഓതാനും, നിസ്കാരത്തിലല്ലോ അതല്ലാത്ത സമയത്തും ഒരുപാട് കണ്ട് ഓതാനും, ആ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവൻ കരസ്ഥമാക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകളാണ് ദുആ വസിയത്തായി ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കാം. അല്ലാഹു തആല നമ്മൾ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം തരട്ടെ, എല്ലാ രോഗങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. ഒരുപാട് ഉമ്മമാര്, ഒരുപാട് വാപ്പമാര്, സഹോദരിമാർ അവരൊക്കെ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും സലാമത്താക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ സൂറത്ത് ഓതാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ആമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.